ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ തിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് എടുത്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൻ പ്രശ്നമാണ്, വൻ ഭൂകമ്പമാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സജന നൂറ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മറുനാടൻ സ്പെഷ്യലിനകത്തുണ്ട്. ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു റിവ്യൂ ചെയ്യണം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് 1.25 മണിക്കൂറും കുത്തിയിരുന്ന് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞെട്ടിക്കുന്ന കാര്യമുണ്ട്. ഇത് കുറച്ച് ലെന്തി ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് സജന കുറെ കള്ളങ്ങൾ പറയുന്നുണ്ട്, സജന തന്നെ കള്ളം പറയുന്നുണ്ട്, അത് പിന്നെ പൊളിയുന്നുമുണ്ട്. കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഫിറോസ് ഖാന്റെ ഒരു വോയിസ് പുറത്തു വിടുന്നുണ്ട്, അതിൽ ചെറിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുമല്ല, നമ്മുടെ ദിയാസനയുടെ മയക്കുമരുന്ന് ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ച മറ്റൊന്നുമല്ല, നമ്മുടെ റസൂൽ പൂക്കുറ്റി തന്റെ സഹോദരനാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണമെന്നുണ്ട്. ഒരു കാര്യം, ഈ പറയുന്ന നമ്മുടെ സജിന ഒരു പാനിക് മോഡിലാണ് നടക്കുന്നത്. അതായത് പറയുന്നതൊന്നും ഒരു വെപ്രാളം പിടിച്ച് എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആ ഒരു പേടിച്ച് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ ഇതിൽ നിന്ന് കരകയറണമെന്ന് അറിഞ്ഞുകൂടാ. അതിനു വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. പലതും നമുക്ക് കേൾക്കുമ്പോൾ അത് കള്ളമാണെന്ന് തോന്നുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് പൊട്ടിച്ചിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളെല്ലാം കേൾക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അതിനോടൊപ്പം സീരിയസ് ആയ 1-2 കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് കള്ളമാണെന്നോ അത് എഴുതി തള്ളാനും പറ്റാത്ത കേസാണ്. ആദ്യം നമുക്ക് റസൂൽ പൂക്കുറ്റിയെ കുറിച്ച് സജിന എന്താണ് പറഞ്ഞത് എന്ന് ആദ്യം കേൾക്കാം. അതായത് ഇവർ ചോദിക്കുന്നത്, എങ്ങനെയാണ് റസൂൽ പൂക്കുറ്റി നിങ്ങളുമായിട്ട് കണക്ഷൻ ആയത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ്, റസൂൽ പൂക്കുറ്റി ആരാണ് എനിക്ക് എന്നുള്ള ഉത്തരമാണ് സജിന അവിടെ പറയുന്നത്. അതിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കാം. ഇപ്പം ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എൻ്റെ ഓക്കെ. ഇവിടെ പറഞ്ഞില്ലേ എന്ത് ബന്ധമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അഫെയർ ഉണ്ടാന്ന് ചോദിച്ചാൽ അഫെയർ അല്ല, അഫെയർ അവർ തമ്മിൽ അഫെയർ അല്ല എന്നാ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഈ ബന്ധത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുമല്ല, എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാളാണ് ആര്, റസൂൽ പൂക്കുറ്റി. എന്താണ് ആ വീഴ്ച എന്നുള്ളതിനൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അതൊക്കെ ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഒരു ആൻമേരിയുടെ കേസ് പറയുന്നുണ്ട്. ആൻമേരിയുടെ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കുന്നത്. അതിനകത്ത് ആൻമേരി ആരെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും അത് വേറെ ഏതെങ്കിലും ആൻമേരി ആണോ എന്നറിഞ്ഞത് കൊണ്ട് ഞാൻ ഫോട്ടോ വയ്ക്കുന്നില്ല. ആൻമേരി അതായത് ഇവരുടെ സുഹൃത്തായിരുന്നു. ഈ ആൻമേരിയാണ് ഇവരുടെ വോയിസ്, അതായത് റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഇവരുടെ വോയിസ് പുറത്തിറങ്ങിയല്ലോ. ഈ പറയുന്ന എന്നെ അവിടെ ചെയ്തത്, ഇവിടെ ചെയ്തും ഗർഭം വന്നതും മറ്റതും മറിച്ചതും 3 കോടി രൂപ ഭീഷണിപ്പെടുത്ത 3 കോടി രൂപ തന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ ഒരു വോയിസ് സജിന ഈ ആൻമേരിക്ക് അയച്ചു കൊടുത്തതാണ്. ആൻമേരിയാണ് ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തത്. ഈ ആൻമേരിയുടെ പിന്നെ ആൻമേരിക്ക് മറ്റേതോ ഒരു പ്രൊഡ്യൂസറുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആൻമേരി 2 കോടി രൂപ വാങ്ങിച്ചെന്നും അതിന്റെയൊക്കെ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടെന്നും പറഞ്ഞുള്ള മറ്റൊരു വെളിപ്പെടുത്തല. നിങ്ങളുടെ കൂട്ടുകാരികൾക്കെല്ലാം ഇത് തന്നെയുള്ള പരിപാടി. ആരെങ്കിലും വളച്ചെടുക്കുക, പിന്നെ അവരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുക എന്നുള്ളതാണ് എന്റെ സംശയം. ഇനി ബാക്കി കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു ടിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എനിക്ക് മനസ്സിലായില്ല. ഒരു എന്ത് ബന്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാമുകനാണോ, ഒരു സഹോദരൻ, പിന്നെ വാപ്പ എന്നാണോ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവണില്ല. വാപ്പാണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ബന്ധം ഇതുവരെ കിട്ടുന്നത് മനസ്സിലായില്ലേ? ഗർഭം ഉണ്ടാക്കിയ ആളല്ലേ, അത് സഹോദരനാവോ?
അത് വാപ്പയാവും. വാപ്പയെന്ന് തന്നെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, അത് മനസ്സിലാവില്ല. ഇല്ല കിളി പോയിരിക്കുകയാണോ? അതായത് ഈ റസൂൽ പൂക്കുട്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനും അവരുമായിട്ടുള്ള ബന്ധം ഒരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഒരു കാമുകനാണോ അല്ലെങ്കിൽ ഒരു ഭർത്താവാണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല അങ്ങനെയും പറയാൻ പറ്റില്ല, കാരണം ഗർഭിണിയായില്ലേ, ആ കുഞ്ഞിന്റെ 3 വർഷം അബോർഷൻ ആക്കിയില്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ സഹോദരനാണോ എന്നല്ല ഫ്രണ്ടാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നതിന്റെ ഛേദോ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ പറഞ്ഞ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവില്ല. ഒത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കരയുന്നുണ്ട്. ഇത് മറ്റൊരാളുടെ ഭർത്താവാണെന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ പറയാനായിട്ടു നമുക്ക് രണ്ടാമത് കെട്ടാമെന്ന്. അതായത് കുഴപ്പമില്ല, നമ്മുടെ പിന്നെ ആചാരം അനുസരിച്ച്, മുസ്ലിംസിന്റെ ആചാരം അനുസരിച്ച് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ രണ്ടാമത് കെട്ടാമെന്നുള്ളതാണ്. ഭർത്താവ് ഇരിക്കുമ്പോൾ മറ്റൊരു ഭർത്താവിനെ മോഹിക്കാമോ എന്ന് ഈ പറയുന്ന നിങ്ങളുടെ മുസ്ലിംസിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ ചിരിച്ചു പോയതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു കിളി പോയിരിക്കുക, എന്ത് പറയണമെന്ന് പറഞ്ഞോളൂ. ഒരു സഹോദരനാണോ ഒരു അതെനിക്ക് പിടിയിട്ടില്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഞാൻ വാപ്പ എന്ന കൊല്ലം എനിക്ക് തോന്നിയത്, വേറെ എന്തെങ്കിലും അർത്ഥമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വന്തം ഗർഭിണിയാക്കിയ ഒരാളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്ന്. ഇനി അടുത്തത്, പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു, എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ്, ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത്, ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് ഫിറോസ് ഖാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സംഭവം പുറത്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഫിറോസ് ഖാൻ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ പോയിട്ട് അവിടെ പോയി ചിരിച്ചു കളിച്ച് മറ്റേ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ എൻ്റെ സ്വമേധയാണ്, എൻ്റെ സ്വന്തം ഇഷ്ടത്തോടു കൂടി ഇറങ്ങി വന്നത്, എനിക്ക് ഇനി ഫിറോസ് ഖാനെ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ജീവിച്ചില്ലേ, 1-2 മാസം ജീവിച്ചു. അത് വെറുതെയാണ്. ഈ പുള്ളിക്ക് ഒരു പണി കൊടുത്തതാണെന്നാണ് പറയുന്നത്. അതായത് പുള്ളിക്ക് വേറെ കുറെ, ഈ പുള്ളി പല ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നും തെളിവില്ല. അവിടെ പോയെന്നോ ഇവിടെ പോയെന്നോ ലവളുമായിട്ട് പോയെന്നോ മറ്റേ അന്ന് പോയി കിസ് ചെയ്തില്ലേ, അതുവരെ വീണ്ടും എടുത്ത് പറയുന്നത്. ഇവിടെയൊക്കെയാണ് എനിക്ക് ഡൗട്ട്. ആ കിസ് ചെയ്ത് അവർ തന്നെ വന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവർ വെറുതെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവർക്കാണ് മറുപടി കൊടുക്കുക, അപ്പം തന്നെ മറുപടി കൊടുക്കുന്നു. അവിടെ നിന്ന് ചെയ്ത് ഇവിടെ വന്ന് വീണ്ടും ജയിക്കാൻ വേണ്ടി ആ ഒരു സാധനം എടുത്തിട്ടുന്നു. അപ്പോൾ ആ ഒരു സാധനം ആ വീഡിയോ ചെയ്തത് അങ്ങനെയൊന്നും ഇല്ല, ഞാനത് തിരിച്ചൊരു പണി കൊടുത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ പറയുന്നുണ്ട് ഉള്ളതാണെന്ന്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത്. കണ്ടോ, ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല. ആദ്യം പറഞ്ഞ് ഞാൻ അത് വെറുതെയാണ്, അതെന്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ ഇവർക്ക് എന്നെ വിട്ട് മറ്റു പെണ്ണുങ്ങളെടുത്ത് പോയപ്പോൾ ഇങ്ങനെ അതേ വേദന വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവസാനം പറയുന്നത് നമ്മൾ രണ്ട് റിലേഷനിലായിരുന്നു. പിന്നെ ഇതിന് ശേഷം കുറെ പറയുന്നുണ്ട്, അയാൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമായി, എനിക്ക് അവരുടെ ഇഷ്ടമായി എന്ന്. അതായത് ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്നതല്ല അങ്ങോട്ട് പറയുന്നത്. രണ്ടും അങ്ങോട്ട് ജോയിന്റ് ആയി പോകുന്നില്ല എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഈ ഫിറോസ് ഖാൻ ഉള്ളപ്പോൾ ഇവർക്ക് മറ്റൊരായിട്ട് പിന്നീട് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അതുണ്ട്. പിന്നെ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് പൊളിഞ്ഞു പോകുന്നുണ്ട്. അതായത് ഫിറോസ് ഖാൻ ഉള്ളപ്പോൾ മറ്റൊരുമായിട്ട് അടുപ്പത്തിലാവുന്നു, ഈ പുള്ളിയെ വിട്ടിട്ട് അവിടെ പോയിട്ട് ആ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതൊക്കെ വളരെ കൃത്യമാണ്. അല്ലെ, ഇവർ പറയും പോലെ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് ഇവരടിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത് ഈ പറയുന്ന മറ്റൊരു വലിയൊരു അലിഗേഷനാണ് പറയുന്നത്. അതല്ല, നമ്മുടെ ദിയാസനെ അറിയാമല്ലോ. ദിയാസനെ ഇവരോട്ട് ഫ്രണ്ടായിരുന്നു, ഇവരെയൊക്കെ അടിച്ചു പിരിഞ്ഞു. ദിയാസനെയും ഈ പറയുന്ന ആൻമേരി എന്ന് പറയുന്ന ഫ്രണ്ട്സാണ്. ഇവരാണ് ഈ മറ്റേ വോയിസ് ഫിറോസ് ഖാനയ്ക്ക് അയച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് അവർ അയച്ചു കൊടുത്തത് എന്നുള്ള ക്വസ്റ്റ്യന്, എന്തുകൊണ്ട് ദിയാസനയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടായി, വെറുപ്പുണ്ടായി എന്നുള്ളതിനൊരു ഉത്തരമാണ് ഇപ്പോ ഇതിൽ നമ്മുടെ സജിന പറയുന്നത്. ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ, അതും പറയേണ്ട, അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ഒരു ടീമായിരുന്നു. വന്നു, ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം AC റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു.
കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെൻ്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെൻ്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. ഇല്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത്, സജന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് അങ്ങ് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സാധനം. എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് ദിയ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി. ഓക്കെ, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അതായത് ഇവരുമായിട്ട് ഫ്രണ്ടായിരുന്നു. ഒരു ദിവസം ദിയയുടെ വീട്ടിലേക്ക് വന്നു, പിന്നെ സജ്നയുടെ വീട്ടിലേക്ക് വന്നു. സജ്നയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ദിയ എന്ത് ചെയ്തു, അവിടെ വെച്ചൊരു കവർ പൊട്ടിക്കുന്നു. അതായത് അത് മയക്കുമരുന്നായിരുന്നു എന്നാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരുമാതിരി ആയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ അവരെ പറഞ്ഞു വിടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം കൊണ്ട് എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ചു. നീയും കൂടി ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ദിയാസനയുടെ കൊടുത്ത് മറ്റൊരു പയ്യനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു പറയുന്നതിനും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് കള്ളമാണ്, ഇത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാസം മുമ്പാണ് ഈ ഒരു ദിയാസനയുടെ പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നത്. 5 മാസം മുമ്പാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ ആ വോയിസ് ഈ ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞു. അതായത് 5 മാസം മുമ്പ് ഈ ഒരു പ്രശ്നമുണ്ടായി, ഇവർ തമ്മിൽ പിണങ്ങി എന്നാണ് അവർ പറയുന്നത്, സജന പറയുന്നത്. പക്ഷെ ഈ ഒരു വോയിസ് ഇവർ അയച്ചു കൊടുത്തത് 2 ആഴ്ച മുമ്പാണ്. ആ വോയിസ് കേട്ടാൽ മനസ്സിലാവും 3ാമത് ഗർഭിണിയായി എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പൊ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് 2 ആഴ്ച മുമ്പ് എന്തിനും അയച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു ലോജിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ കൂടെ നിന്ന ആൺമരിയ ഈ പറയുന്ന ദിയാസന, ഇവർക്ക് 2 പേർക്കും എതിരായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണമാണ് നടത്തിയത്. പക്ഷെ 2ന്റെ തെളിവില്ല. ഒന്ന്, ദിയ ഈ പറയുന്ന മയക്കുമരുന്ന് വിൽപ്പന വരെ ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, മറ്റേത് ആൺമരിയ ഇതുപോലെ മറ്റേതോ പ്രൊഡ്യൂസറിനെ ഇതുപോലെ ഹണി ട്രാപ്പിൽ കുടുക്കി കോടികൾ വാങ്ങി എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം. കാരണം ഇവരെ കൂടെ നിന്ന് ചതിച്ചു എന്ന് ഇവർ പറയുന്ന 2 പേർക്കെതിരായിട്ടും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇതിൽ മുഴക്കിയിരിക്കുന്നത്. തെളിവില്ല എന്നുള്ളതാണ്. ഇനി ഓക്കെ, ഇനി നമുക്കറിയാം, ഇനി അടുത്തൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ഗൂഢാലോചന അടുത്ത് കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ ഫിറോസ് ഖാനുമെതിരായിട്ടാണ്. ഫിറോസ് ഖാൻ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ യൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ, അതിൻ്റെ ഒരു വോയിസ്, അതായത് ഫിറോസ് ഖാനും സജനയുമായി സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അത് കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന ടൂമക്കത്ത എന്തെങ്കിലും കാരണം ഞാൻ സൂസൈഡ് ചെയ്യേണ്ടി. ഫിറോസ് ഖാൻ, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാം. സീരിയസ് ഞാൻ പറയാം. ഫിറോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ് ഖാൻ? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ് ഖാൻ. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയത് പോലെ തന്നെയാണ് ഫിറോസ് ഖാൻ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ് ഖാൻ എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ് ഖാൻ എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത 3ാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ് ഖാൻ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കുമോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാരെ മൊത്തം. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. ഫിറോസ് ഖാൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്ക് ഇതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാവരും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാറ്. ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇതൊന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുമോ. പിന്നെ ആൾക്കാർ പറയും, ഓ ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഖാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്ക് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ഇത് അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നും അല്ല. അത് നിനക്ക് മാത്രമേ വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറയും ഇവർ രണ്ടും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറെ ആക്കി പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ. എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, സജന നീ എങ്ങനെയെങ്കിലും, ഇത് വളരെ ഗുരുതരമായിട്ടൊരു ആരോപണമാണ്. ഇതിനകത്ത് ഫിറോസ് ഖാന്റെ സംസാര കേട്ടത്തിൽ ഇത് സത്യം പറഞ്ഞ ഫിറോസ് ഖാനെ ഭീഷണിപ്പെടുത്തും പോലെ ചെയ്യുന്നത്. അതായത് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, മറ്റന്നാൾ റൂമക്കത്തായിട്ട് പറയണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എന്തോ സത്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ആ വോയിസ്, ഞാനും ആ കൊച്ചുമായിട്ട് സംസാരിച്ച ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അവിടെയൊന്നും വലുതായിട്ടൊന്നും ഫിറോസ് ഖാൻ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും, അതായത് നീ പുറത്ത് വിടരുത് എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പിന്നീട് പെൺകുട്ടി പിന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് അങ്ങനെയൊന്നും ഒന്നുമില്ല, എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി ഒഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്തു ഫിറോസ് ഖാൻ ആ ഒരു മറ്റേ വോയിസിൽ കഴിഞ്ഞ ആഴ്ച വോയിസ് ഇട്ടത് എന്നുള്ളതാണ്. രണ്ടും കൂടായി നിങ്ങൾ ഇതെല്ലാം നടക്കുമ്പോൾ ഈ അടിയൊക്കെ നടക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്നുണ്ട്, വളരെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. നമ്മൾ തമ്മിലും ചേർന്നാണ് ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് പലരും പറയും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഫിറോസ് ഖാന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? ഈ ഒരു വോയിസ് നമ്മൾ മറ്റതിലൊന്നും ഈ പറയുന്ന എന്ത് വെച്ചിട്ടില്ല, പിന്നീട് പ്രൂഫ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു സാധനം കൂടിയുണ്ട്. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചേട്ടാ ഇപ്പോഴും ദുബായിൽ എന്നെ ഇത്ര രൂപയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി. ഇത് അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പിഴച്ചവളായിട്ട് ജീവിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ വയ്യാത്ത ലോകത്ത് പോയി എന്താ മറ്റൊരു കേസ് പറയുന്നുണ്ട്, ഈ റസൂൽ പൂക്കുറ്റിയുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള കണക്ഷൻ ആവാൻ വേണ്ടി എൻ്റെ വീഡിയോ വെക്കുന്നത് ഒരുപാട് ലെന്തി ആയി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ഇവര് ഈ പറയുന്നതിന് രേണു സുധിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ ഒരു സംസാരിക്കുന്നത്. അതായത് ഇവർ ഗൾഫിൽ പോയി അവിടെ ഒരു ബാർ റെസ്റ്റോറൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബാറിലായിരുന്നു. അവിടെ പോയി വെറുതെ ഇരിക്കണം, അതിന് 50 ദിർഹമോ അങ്ങനെ എന്തോ കിട്ടുമെന്നുള്ള രീതിയിൽ പോയായിരുന്നു. അതിനുശേഷം പിന്നീട് ദുബായിലാണ്. അതിനുശേഷം പിന്നീട് അറിഞ്ഞ് ഇത് കൊണ്ടുവരുന്നത് എന്നെ വേറൊരു രീതിയിലാണ്. എൻ്റെ ഫോട്ടോ വെച്ച് പലയിടത്തും എന്ത് ചെയ്തു, ഈ ഇത്ര രൂപയ്ക്ക് കിട്ടും, അതായത് ഒരു ബിഗ് ബോസ് താരം ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ ഒരു പ്രചരണം നടന്നു. ഇത്ര രൂപയ്ക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ അവിടെയൊക്കെ ഞാൻ പെട്ടുപോയിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ ഈ റസൂൽ പൂക്കുറ്റി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു വേശ്യാവൃത്തിയിലേക്ക് പോകാനുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊക്കെ എന്നെ കരകയറ്റി കൊണ്ടുവന്നതാണ് ഈ പറയുന്ന പിന്നെ റസൂൽ പൂക്കുറ്റി. അങ്ങനെയാണ് ഇവരുമായിട്ട് ബന്ധം. പിന്നീട് ഇതൊരു സ്നേഹം, എന്തരാതെ അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, സ്നേഹമാണോ കാമമാണോ എന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. 3 വർഷം പക്ഷെ ഗാർബോഷനായി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 1.25 മണിക്കൂർ പോയി കാണുക കേട്ടോ. മറുനാടൻ സ്പെഷ്യലുണ്ട്, അതിന് കട്ട് ചെയ്ത് കളയില്ല, അങ്ങനെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ അത് അങ്ങ് പരന്ന് കിടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിനകത്ത് പറയുന്നത് ഫിറോസ് ഖാനും പുണ്യാളനല്ല, ഇവരും പുണ്യാളനല്ല. രണ്ടുപേരും ആദ്യം രണ്ടുപേരുടെ ഭാഗത്തുമുള്ള തെറ്റുകൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ, ഞാൻ ഇത് പറഞ്ഞാൽ നീ അത് പറയും, നീ അത് പറഞ്ഞാൽ ഞാൻ ഇത് പറയും എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മനസ്സിലായി? അതായത് ഫിറോസ് ഖാന്റെ കുറേ കാലങ്ങൾ ഇവർക്കറിയാം,
ഇവരുടെ കുറെ കള്ളങ്ങൾ ഫിറോസ് ഖാൻ അറിയാം. ഏറ്റവും ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്ന, അതായത് പിന്നെ കുറ്റം ചെയ്ത, അപരാധം ചെയ്ത തട്ട് ഏറ്റവും കൂടുതൽ താന്നിരിക്കുന്നത് ആരെന്ന് മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ്. കാരണം ഈ ഒരു വോയിസും കൂടി വന്നപ്പോൾ ഇതിനകത്ത് ഫിറോസ് ഖാൻ എന്ത് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു 17 എന്ന് പറയുമ്പോൾ ആണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ലെങ്കിൽ ഫിറോസ് ഖാനെ വിളിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയേണ്ടത് ആവശ്യമില്ല. അപ്പൊ രണ്ടുപേരും ഈ പുള്ളിയുടെ പിന്നെ തെറ്റിന്റെ ഭാരം കുറവാണെങ്കിൽ ഇതിങ്ങനെ തറയെ തട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. ഇവര് പിന്നെ കുറെ മുടന്തം ന്യായങ്ങൾ പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്താണ് ഞാൻ മറ്റ് പുരുഷനെ തേടിപ്പോയത്, ഇയാൾക്ക് പെണ്ണുങ്ങളായിട്ട് ഭയങ്കര ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ പുരുഷന്മാരെ തേടിപ്പോയി എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഒരു കിളി പോയി എന്തു പറയണം എന്ന് പറഞ്ഞുകൂടെ, അവരെ എന്നെ സ്വന്തമായി ട്രോളി അതിനകത്ത് ഇവരെ പറഞ്ഞ് പൊളിച്ചെടുക്കാൻ നിന്ന ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അവർ തന്നെ പറയുന്ന കള്ളം ആ സ്പോട്ടിൽ തന്നെ മറന്നുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോജിക്ക് ആവുന്നില്ല, ലിങ്ക് ആവുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു. അതായത് ഒരു ഉദാഹരണം പറയാം, ബിഗ് ബോസിനകത്ത് ഈ ഫിറോസ് ഖാനും ഇവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മണിക്കുട്ടൻ ആപ്പിൾ കഴിച്ചിട്ട് സജനയ്ക്ക് കൊടുക്കുമ്പോൾ സജന എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ലാസ്റ്റ് അവരൊരു എന്താണ് അതൊരു പിന്നീട് പ്രാങ്ക് ആണെന്നുള്ള രീതിയിലൊക്കെ സജനയെ എടുത്ത് അടിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലൊക്കെ നമുക്ക് പ്രമോ ഒക്കെ വന്നു. പിറ്റേ ദിവസം അതൊരു പ്രാങ്ക് ആണ് എന്നുള്ളത്. അത് പ്രാങ്ക് അല്ല എന്നൊക്കെ പറയുന്നത്, അത് പ്രാങ്ക് ആക്കി തീർത്തതാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങർക്ക് പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ബിഗ് ബോസ് കൊണ്ടിരുന്നപ്പോൾ എനിക്കത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേട്ട് നമുക്കിത് പ്രാങ്ക് ആക്കാം എന്നുള്ള രീതിയിൽ അപ്പൊ അതും കൂടി എടുത്തിടേണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് തന്നെ മനസ്സിലായി അതൊരു പ്രാങ്ക് ആയിരുന്നു, ഇവര് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അതുവരെ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ അയാൾക്ക് പിന്നീട് അവൻ ആപ്പിൾ കടിച്ചതിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള രീതി പറയുമ്പോൾ ബാക്കി പറഞ്ഞു ഇതിപ്പം കള്ളമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ബാക്കി പറയുന്നതും കള്ളമാണോ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിപ്പോകും. മറ്റേ അന്ന് ഹോട്ടൽ റൂമിൽ വെച്ച് വെറുതെ പിടിച്ച് കിസ് ചെയ്തെന്ന് പറഞ്ഞില്ല, അതിപ്പോ വീണ്ടും അതങ്ങനെ ചെയ്തു ഞാൻ കണ്ടു എന്നാ പറഞ്ഞത്. അവർ ഫ്രഞ്ച് അടിക്കുന്നത് ഞാൻ കണ്ടു എന്നാ പറയുന്നത്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമില്ല. അപ്പൊ അത് വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംഭവിക്കുന്ന അറിയാമോ, നിങ്ങൾ മറ്റത് പറഞ്ഞത് സത്യമാണെങ്കിൽ കൂടി നമുക്ക് കള്ളമാണോ എന്ന് തോന്നിപ്പോകുമെന്നുള്ളതാണ്. ഇതെവിടെ പോയി എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരിക്കലും നമുക്ക് ഒരു പരിധി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഫിറോസ് എത്രയോ വൃത്തികെട്ട് കാണിച്ചാലും എന്തോ ആയാലും അതിന് ഇപ്പം അവനൊരു കൊലപാതകയാണ്, എൻ്റെ ഭർത്താവ് ഒരു കൊലപാതകമാണ്, അതുകൊണ്ട് ഞാനും ഒരു കൊലപാതകയായി എന്ന് പറയുന്നതിന് ഒരിടത്തും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവനൊരു പെണ്ണുപിടിയനായതുകൊണ്ട് ഞാനൊരു ആണുപിടിയത്തെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിടത്തും വന്ന് തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇതെപ്പോഴും പറഞ്ഞ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് പൂക്കുറ്റി അവരും തമ്മിലുള്ളത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടു, എന്തിന് പബ്ലിക്കാക്കി ഇട്ടു എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. താങ്കൾ തന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് പറയുന്നുണ്ട് 3 കോടി രൂപ ഞാൻ ചോദിച്ചിട്ടില്ല, അതൊക്കെ വെറുതെയാണ്. താങ്കളുടെ വോയിസിൽ തന്നെ താങ്കൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിന്ന് വിട്ടുപോയാൽ എനിക്ക് 3 കോടി രൂപ തന്നാൽ മതിയെന്ന്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും എനിക്കൊരു പിടുത്തവുമില്ല. ഇപ്പോഴും പ്രസൂൽ പൂക്കുറ്റിയെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ എൻ്റെ അന്നദാതാവാണ്, എന്നെ രക്ഷിച്ചതാണ് അദ്ദേഹം ഒന്ന് നമ്മുടെ അടുത്ത് പറയുകയും, പക്ഷെ ഫോൺ വിളിക്കുമ്പോൾ നീ പൂക്കുറ്റി നിന്നെ എനിക്ക് അറിയാടാ, അങ്ങനെ മറ്റേ വയസ്സായ പെണ്ണുങ്ങളെ വരെ അമ്മച്ചിമാരടുത്ത് വരെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ഫോണിൽ കൂടി പറയുന്നത്. അതുകൊണ്ട് ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റേ കമന്റ് നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.